അമ്മ ചക്ക കൊണ്ടുവന്നില്ലേ കൂഴച്ചക്ക, അതുകൊണ്ട് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാമോ? ഉമ്മച്ചി ചക്കയപ്പം ഉണ്ടാക്കുന്നത് പറഞ്ഞുതരും. അപ്പം നമുക്ക് അതുപോലെ കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പം ചക്കയപ്പത്തിനുള്ള മാവുത കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തതെന്നുള്ളത് ചോദിക്കാവേ. കൂഴച്ചക്ക മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് അരിപ്പൊടി ചേർത്തു. പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചു. പിന്നെ ഒരു നുള്ളുപ്പ്, തേങ്ങ, ഏലക്ക, ഇത്ര സാധനങ്ങൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കുഴച്ച് എത്ര സമയം വെച്ചാൽ അത്രയും നല്ല സോഫ്റ്റ് ആവും. അപ്പം നമ്മൾ കുറച്ച് സമയം വെച്ചു. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. കുമ്പിളയില ഉണ്ടെങ്കിൽ കുമ്പിളയിലേക്ക് അതിങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പം എളുപ്പം പരിപാടി നടക്കാൻ വേണ്ടി കഴിക്കുന്നതോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചുണ്ടാക്കാം. അപ്പം അപ്പച്ചപ്പിലോട്ട് നമുക്ക് ഇറക്കി വെക്കാം. അതും മാവ് കുറേശ്ശായിട്ട് ഇത് കോരി ഒഴിച്ച് കൊടുക്കാം. എണ്ണ തരണമായിരുന്നോ? വേണ്ട, അപ്പം അത്രയും കൂടെ പിന്നല്ലോ. ജീരകം ചേർക്കാം കേട്ടോ. ജീരകം ചേർത്തില്ല. ഇവിടെ ജീരകത്തിനോട് ഇച്ചിരി മടുപ്പായതുകൊണ്ട് ജീരകം ഒഴിവാക്കിയതാണ്. മാവ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേണമായിരിക്കും. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം നന്നായിട്ട് വെന്ത് വരട്ടെ. പിന്നെ ഇപ്പം നമ്മളിത് അരിപ്പൊടി ചേർത്തേക്കുന്നത് ഇത് ഗോതമ്പൊടിയായിട്ട് ചേർത്ത് ഉണ്ടാക്കാൻ കേട്ടോ. വേറൊരു ടേസ്റ്റാണ്. ഇതിൽ അരിപ്പൊടി കൈയുണ്ട്. അപ്പം ഇങ്ങോട്ട് വാ. ഇപ്പൊ ഗോതമ്പ് പൊടിക്കകത്ത് ഉണ്ടാക്കാൻ എന്തോ പറഞ്ഞിരിക്കണം. എനിക്ക് പറയാം. ഗോതമ്പ് പൊടി കൂടെ അരിപ്പൊടിക്ക് വരും. ഗോതമ്പ് പൊടി ഇട്ടാല് നമ്മുടെ കല്ലിൽ ചുട്ടാൽ അത് നല്ലതായിരിക്കും. മറിച്ചിട്ട് ചുട്ടാൽ ഇതിനെക്കാട്ടി സൂപ്പർ. അത് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. കണ്ടല്ല കല്യാണത്തിന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, ഒരു സാധനമില്ല. എല്ലാം മരുമോനെ, എല്ലാം മരുമോനെ. മോക്കൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചക്ക കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി ചക്കയപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉണ്ടാക്കിയല്ലേ, അതുമില്ല. അപ്പോൾ ഇനി ഇതോടെ ഇരുന്ന് വേകട്ടെ. അപ്പം കുഴിയെടുത്തു. തണുത്തണ്ടേ? ഇത് തന്നെ വെച്ച് നോക്കിയാൽ തണുത്താലേ ഇത് സെറ്റ് ആവുള്ളൂ അല്ലേ? തണുത്താലല്ലേ? അല്ല, ഞാൻ പറയുമായിരുന്നു തണുക്കണ്ടേ ഇത്. കേക്ക് മുറിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ ഷബാന. യെസ്, കേക്ക് കട്ടിങ് സെറമണി നടക്കുകയാണ്. ഇങ്ങോട്ട് വരരുത്. അത് സാരില്ല, അതിൻ്റെ തലയില്ല. അതിൻ്റെ തലയോടെ എല്ലാവരും എപ്പോഴും കാണുന്നത്. നമ്മുടെ കേക്കെല്ലാം കട്ട് ചെയ്തു. ശർക്കര കുഴപ്പമില്ലല്ലോ അല്ലേ? ഇച്ചിരി കഴിക്കാം അല്ലേ? ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. വെള്ളത്തിൽ കിട്ടില്ല. ഒരു പീസ് എന്തായാലും ഞാനിത് കഴിക്കും. എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് വിവരം പറയാം. മൊത്തം കലബലാണ് എല്ലാവരും വർത്താൻ പറഞ്ഞു. അപ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗില്ലാടി തന്നെ. ഉമ്മച്ചൊരു ഗില്ലാടിയാ.